Welcome to Flavors of Thailand. ഇവിടെ പോകുന്ന ഇപ്പോൾ 4 ഐലൻഡ് ടൂറാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ചപ്പ് ഐലൻഡ്, പോഡ ഐലൻഡ്, ചിക്കൻ ഐലൻഡ് ആൻഡ് റെയിലേ ബീച്ച്. ഇത്രയും സ്ഥലങ്ങളിലേക്ക് പോകുന്നു. എൻ്റെ ദൈവമേ, നമ്മളൊരു ഐലൻഡ് ടൂർ എടുത്ത് കട്ടേപ്പോട് തുടങ്ങി. ഭയങ്കര കടൽ പ്രക്ഷുബ്ധമാണ്, പേടിച്ച് വരച്ചിരിക്കുകയാണ്. നോക്കിക്കോളൂ, രക്ഷയില്ല. ബോട്ട് കിടന്ന് ഇങ്ങനെ ആടി ഒളിയാണ്. എനിക്ക് സത്യത്തിൽ നല്ല പേടി. ഞാൻ സാധാരണ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇടുന്ന ആളല്ല, ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ അറിയാതെ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ റീലേ ഐലൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നോക്ക്, ഇവിടെ ഒന്നും വെള്ളത്തിന് താഴ്ചയേ ഇല്ല, നല്ല ഷാലോ വാട്ടർ. ഇനി 1 മണിക്കൂർ സമയം നമുക്കിവിടെ കറങ്ങി നടക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ ബോട്ടിൽ കയറിയിട്ട് ഈ പ്രക്ഷുബ്ധമായി കിടക്കുന്ന കടലിലൂടെ ഒരു സെക്കൻഡ് യാത്ര. അത് അടുത്ത ഐലൻഡിലേക്കാണ്. എന്താകും എന്നറിയില്ല. എന്നാലും ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം. ഞാൻ തിരക്ക് പിടിച്ച് കഴിച്ച് തീർക്കുകയാണ്. നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്യണം. 1 അവറാണ് സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ 1 അവറെല്ലാം കഴിഞ്ഞു. ദൈവമേ, ബോട്ട് നമ്മളെ വിട്ട് പോയോ? പെട്ടെന്ന് കഴിക്കും. അങ്ങനെ നല്ല ഒരു ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകാറായി. നമ്മളിപ്പോൾ എന്താ പറയുക, സമയം ഞങ്ങളുടെ കുറേ പോയി കഴിഞ്ഞു നമ്മളുടെ. ഇനി 3 ഐലൻഡ്സും കൂടി തീർക്കാനുണ്ട്. പെട്ടെന്ന് പോകും. കടലിൻ്റെ ആംബിയൻസ് ടോട്ടലി മാറി. ഇപ്പം നോക്കൂ, വെള്ളം കുറേ അങ്ങോട്ട് അകത്തേക്ക് പോയി. ഇപ്പോൾ ബീച്ച്, സാൻഡി ബീച്ച് കൂടിയിട്ടുണ്ട്. നമ്മളുടെ ബോട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങോട്ടേക്ക് പോകാം. അമ്മമ്മ, അയ്യോ, സർക്കസാണ്. അങ്ങനെ കയറി. ഞാനിനി അകത്തോട്ട് പോകുന്നില്ല, ഈ സൈഡിലിരിക്കാൻ പോവാണ്. Can I sit here? തള്ളി തള്ളി നമ്മൾ കടലിലേക്ക് ഇറക്കാൻ പോവാണ്. നമ്മൾ ഞാനും വലിയ ഇതില് കയറി പിടിച്ചിരിക്കുക. ഇപ്പോൾ ഒരു പോക്കുണ്ട്, നോക്കിക്കോളൂ. നമ്മുടെ ബോട്ട് ചേട്ടൻ കയറി. അടുത്ത ഐലൻഡ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ചുപ്പ് ഐലൻഡ്, റെയിലേ ഐലൻഡ് ബീച്ചാണ് കഴിഞ്ഞത്. ഇപ്പോൾ ചുപ്പ് ഐലൻഡ് ഉണ്ട്, പോഡ ഐലൻഡ് ഉണ്ട്, ചിക്കൻ ഐലൻഡ് ഉണ്ട്. 3 എണ്ണം ഉണ്ട്. ഇനി എവിടെയൊക്കെ പോകാൻ പറ്റുന്നില്ല. കാര്യം ഇപ്പം രാത്രി ആവാനായിട്ട് ഇനി അധികം സമയമില്ല. ടൈം ഈസ് ഓൾറെഡി 4 o'clock.
ഒരു 6 മണി വരെ സമയമുള്ളൂ. അല്ല പെട്ടെന്ന് ഇരുട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് വരാം. സോ നമ്മൾ കര വിട്ട് പതുക്കെ കടലിലേക്ക് ഇറങ്ങുകയാണ്. റെയിലേ ബീച്ച് ഏരിയയിൽ നിന്നും ഈ ഐലൻഡിൻ്റെ ഭാഗത്തുനിന്ന് റെയിലേ ഐലൻഡിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഉൾക്കടലിലേക്ക് വീണ്ടും യാത്ര തുടങ്ങുന്നു. മോട്ടോർ സ്റ്റാർട്ട് ചെയ്തു. ഇനിയാണ് അനങ്ങാൻ പോകുന്നത്. പിടിച്ചിരിക്കട്ടെ. നല്ല ബലമായിട്ട് പിടിച്ചിരിക്കട്ടെ. അങ്ങനെ മനോഹരിയായ ആ ബീച്ചിനോട് നമ്മൾ സാഹസിക യാത്രയ്ക്ക് വീണ്ടും പോവാണ്. ഇപ്പം ഇതിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുന്നു. നോക്കിക്കോളൂ. ഇനി കടലിൻ്റെ തിരയുടെ ഇളക്കം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ശാന്തമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര റഫായിരുന്നു സീ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കയാക്കിംഗ് നന്നായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയെല്ലാം നല്ല കൂൾ വാട്ടറാണ്. വാട്ടറൊക്കെ ഭയങ്കര ശാന്തമാണ് ആ ഭാഗം. അതുകൊണ്ട് കുഴപ്പമില്ല. ഭംഗിയായിരിക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടു. നന്നായിട്ട് പൊങ്ങി പോകുന്ന കേട്ടോ. വേവ്സ് ഇങ്ങനെ നമ്മളെ പൊക്കി കൊണ്ട് പോവാണ്. സ്പീഡ് ബോട്ട് ആ സൈഡിലൂടെ പോയി. ഇപ്പം നമ്മളുടെ ബോട്ട് ഇങ്ങനെ ചാടി പോവാണ്. ഞാൻ ഇങ്ങനെ കയറെ പിടിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് താഴെ വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം കടലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് റഫാണ് കാര്യങ്ങൾ. ഇത് തന്നെ നല്ല റഫാണ്. നേരത്തെ ഇതിലും ഭീകരമായിരുന്നു അവസ്ഥ. ഇനി നമ്മൾ പോകുന്നത് ആ ഭാഗത്തേക്കാണ്. അവിടെയുള്ള ഒരു ഐലൻഡിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ കടലിന്റെ ചുറ്റും ഭയങ്കര മൗണ്ടൻസ് ഉണ്ട്. കടലിന്റെ നടുക്കുമുണ്ട് പാറക്കൂട്ടങ്ങൾ. നല്ല ചാട്ടം ചാടിക്കൊണ്ടേയിരിക്കും. ഞാനിങ്ങനെ കയറയിലൊക്കെ നല്ല ബലമായിട്ട് നിൽക്കുന്നു. ആ കാണുന്ന പാറയുടെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ആ മൗണ്ടൻസ് അവിടെയുള്ള ഐലൻഡ്. നമ്മൾക്ക് പാരലായിട്ട് മറ്റൊരു ബോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആകാശം മൂടിക്കെട്ടി കിടക്കുകയാണ്. ഭയങ്കര ഒരു മഴക്കോളാണ്. അത് കാരണമാണ് ഇത് അത്രയും വലിയ ഭയങ്കര ഒരു കളർഫുൾ അല്ല സ്കൈ. അത് നോക്കൂ, ഡെക്കിലൊക്കെ ആൾക്കാരുണ്ട്. അത് കുറച്ചും കൂടി സേഫായിട്ടുള്ളൊരു നൗകയാണ്. നാങ് പ്രിൻസസ് കുറച്ചുകൂടി ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു ബോട്ടാണെന്ന് തോന്നുന്നു. ലക്ഷറി ലൈനാണ്. നമ്മൾ കുറച്ചുകൂടെ ഒരു റസ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈലിലാണല്ലോ പോകുന്നത്. ലോങ് ബോട്ടാണിത്. ഓക്കെ, വേറെ ബോട്ട് പോയാൽ നമ്മുടെ കാര്യം പോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യും. കാര്യം അങ്ങനെ വേവ്സ് ഭയങ്കരമായിട്ട് ഇളകി വരും. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. ആ ബോട്ട് നമുക്ക് പാരയായിട്ട് വന്നിട്ട് പോയി. നല്ല കാര്യമുണ്ട്. നമ്മൾ വലിയ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന. ഇപ്പോൾ നോക്ക്, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള അത്യാവശ്യ സാഹസികമായ യാത്രകളൊക്കെ. ഭയങ്കര ഒരു ത്രില്ലിങ്, ഒരു ഭയങ്കര ത്രിൽ ഫീലിംഗ് ആണ്. എക്സൈറ്റ്മെൻറ്റ്.
ഐലൻഡ് ബീച്ച് ഏരിയയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് ഐലൻഡാണ്. നല്ല വൈറ്റ് സാൻഡ് ബീച്ച്. അങ്ങനെ സെക്കൻഡ് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് സെക്കൻഡ് ഐലൻഡ്. ഇതിൻ്റെ പേരാണ് പോഡ. ഇതിൻ്റെ പേര് പോഡ ഐലൻഡ്. വലിയൊരു റോക്കും അതിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു ബീച്ച് ഏരിയ, നല്ല വൈറ്റ് സാൻഡ് ബീച്ചാണ് പോഡ ഐലൻഡ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോഡ ഐലൻഡ് എന്ന്. ഇവിടെയും സ്നോർക്കലിംഗ് നടക്കുന്നുണ്ട്. കാരണം വളരെ ഷാലോ ആയിട്ടുള്ള ബീച്ചാണ്, നല്ല ബ്ലൂ കളറിലെ ബീച്ച്. ഇവിടെ കുറച്ച് നേരം നമ്മുടെ ബോട്ട് നേരത്തെ പോലെ നിർത്തിത്തരും. ചെറുതായിട്ട് മഴ വന്നു തുടങ്ങി, ചെറിയ മഴത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്നു. ഇന്നൊരു മഴ ദിവസമായിരുന്നു, അതാണ് പ്രശ്നം. നല്ലൊരു സണ്ണി ഡേ ആണെങ്കിൽ അത്ര അയ്യോ എന്ത് ഭംഗി. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു റോക്ക് ഫോർമേഷൻ നോക്കൂ. പറയുമ്പോൾ പിക്ചറസ് ആയിട്ട് കാണുന്നത് ആ ഒരു വലിയൊരു റോക്കും അതിനോട് ചേർന്നിട്ടുള്ള ഈ ബീച്ച്, വൈറ്റ് സാൻഡി ബീച്ചുമാണ്. അതാണ് പോഡ ഐലൻഡ്. കണ്ടല്ലോ പോഡ ഐലൻഡ്. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു. ഇത് നോക്കൂ, ഭംഗിയത്. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോഡ ഐലൻഡ്. ഇതിവിടെ ശരിക്കും സ്വിമ്മിങ്ങിനൊക്കെ ഇറങ്ങാൻ പറ്റിയ അതിമനോഹരമായൊരു ബീച്ച് ഏരിയയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പാണ് ഏറ്റവും സുന്ദരം. നീല നിറത്തിലെ നല്ല ബീച്ച്, പോഡ ബീച്ച്, പോഡ ഐലൻഡ്. ഷാലോ വാട്ടർ, ഒന്നും പേടിക്കണ്ട. മണ്ണെല്ലാം കാണാം താഴെ, നല്ല വൈറ്റ് സാൻഡ്. ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു എന്താ പറയുക, ഐലൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ സിംഗിളായിട്ടൊരു സ്റ്റോൺ പോലെ കൊത്തി വെച്ച മാതിരി നിൽക്കുന്നില്ലേ, അവിടെ ഒരു പാറ വലുത്. ആ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയും ടൂറിസ്റ്റുകൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ സ്നോർക്കലിംഗ് എല്ലാം ചെയ്യുന്ന സ്ഥലമാണിത്. അത്രയ്ക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസ് ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി തിരക്കും ക്രൗഡും ഒന്നുമില്ല. ധാരാളം ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ്. ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഡിലൈറ്റ് ആയിരിക്കും. സെൽഫിയൊക്കെ ധാരാളമായിട്ട് എടുക്കാം ഇവിടെ. നല്ല രസമല്ലേ. നോക്ക്, ഈ ഒരു പോയിന്റിലും സ്നോർക്കലിംഗ് നടക്കുകയാണ്.
എങ്കിലും എനിക്ക് പക്ഷേ മാൽഡീവ്സിലൊക്കെ പോയി നമ്മൾ ഒരുപാട് സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ട്, ആൻഡമാൻസിലൊക്കെ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ സ്നോർക്കലിംഗ് ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല നമുക്ക് സമയക്കുറവുണ്ട്, 2 ഐലൻഡ്സ് ഉണ്ട്. ഈ ബ്ലൂ സീ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാനായിട്ട് തോന്നുന്നുണ്ട്. ഫുൾ നനയും. പിന്നെ നമുക്ക് 2 ഐലൻഡ് ബാക്കിയില്ലേ, അതുകൊണ്ട് തൽക്കാലം വേണ്ട. കംപ്ലീറ്റ് ഇപ്പോൾ ആൾക്കാർ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന തിരക്കിലാണ്, നമ്മൾ ഉൾപ്പെടെ. ഇവിടെ കംപ്ലീറ്റ് സെൽഫി സ്റ്റിക്കുമായിട്ടാണ് ഞാനും ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ രസം അറിയാലോ, എന്ത് ഭംഗിയല്ലേ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി. ഇവിടെ വരാൻ തോന്നുന്നില്ലേ? ക്രാബി ഐലൻഡ്സ്, തായ്ലൻഡിലെ ബാങ്കോക്ക്, പട്ടായ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ കേട്ടോ. ഫുക്കിത്തൊക്കെ ഉണ്ട്, അത് വേറെ ലോകമാണ്. പക്ഷേ ക്രാബിക്ക് അതിൻ്റെതായൊരു പ്രത്യേകതയുണ്ട്. ക്രാബിയിലെ ഈ മനോഹരമായ ബീച്ച് ഐലൻഡ്സ് ഭയങ്കര രസമാണ്. ഇതെല്ലാം 1 ഡേ ട്രിപ്പ്, ഹാഫ് ഡേ ട്രിപ്പ്, പ്രൈവറ്റ് ടൂർ ഒക്കെ എനിക്ക് വരാൻ സാധിക്കും. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞാൻ നിൽക്കുവാണ്. കറക്റ്റ് അപ്പോഡ ഐലൻഡിൻ്റെ ഐഡൻറ്റിറ്റി ആയ ഒരു പാറയുടെ very nice. എങ്ങോട്ട് തിരിഞ്ഞാലും ഭംഗിയുള്ള ഫ്രെയിംസാണ്. ഏത് ഭാഗത്തേക്ക് ക്യാമറ മൂവ് ചെയ്താലും അത്ര രസമാണ്. ഞാനെൻ്റെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. നോക്കൂ, ഈ ഭാഗത്തേക്കൊക്കെ നോക്കൂ, എന്തൊരു ഭംഗി, എന്തൊരു ഭംഗി. ആഹാ, മിസ്റ്റി മൗണ്ടൻസ് പോലെ ആയിട്ടുണ്ട്. മിസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് ആ മൗണ്ടൻ റേഞ്ചസ് എല്ലാം കംപ്ലീറ്റ് ആ പാറ റോക്സിൻ്റെ മോൾ ഭാഗത്തെല്ലാം ഇങ്ങനെ മിസ്റ്റ് ഇറങ്ങി. ഇപ്പോൾ കറക്റ്റ് ആ സീയുടെ കളർ സ്കീം നോക്കൂ. ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂ, ഇങ്ങനെ ഒരു ഗ്രീൻ, ബ്ലൂ ഗ്രീൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര രസമാണ്. പോസ്റ്റ് കാർഡ് പോലെ ഇരിക്കുന്ന ഈ ഭാഗം എല്ലാം തന്നെ സോ നൈസ്. ആൾക്കാരെല്ലാം സ്നോർക്കലിങ്ങിൻ്റെ തിരക്കിലാണ്. അവരും ഫോട്ടോസൊക്കെ ധാരാളം എടുക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ കാര്യം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, എൻ്റെ ബിഹൈൻഡ് മീ ആരൊക്കെയാന്ന് നോക്കുക, അവരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്. ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സ്വർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നൈസ്. വരാൻ പറ്റിയ സ്ഥലമാണ്. തായ്ലൻഡ് ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ. ക്രാബി ഐലൻഡ്സ് വരിക.
പോഡ ഐലൻഡ് എന്നുള്ള ഈ ബ്യൂട്ടിഫുൾ ഐലൻഡിൻ്റെ പരിസരത്ത് തന്നെയാണ് ഞാനിപ്പോഴും. നോക്ക് ആഹാ, എന്ത് ബ്യൂട്ടിഫുൾ സീ. ആൻഡമാൻസിലും ലക്ഷദ്വീപിലും ഒക്കെ കണ്ടതുപോലത്തെ മനോഹരിയായ സീയാണ്. ഇതെല്ലാം ആൻഡമാൻ സീയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി വരുന്ന പോഡ ഐലൻഡിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ആ ഒരു പാറയും പിന്നെന്താ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, നമ്മളുടെ പോലത്തെ ലോങ് ടെയിൽ ബോട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ചെറിയ വാച്ച് ടവർ മാതിരി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണശാലയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. അത്യാവശ്യം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. 4 ഐലൻഡിലെ സെക്കൻഡ് ഐലൻഡ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് സമയമില്ല, എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. പക്ഷേ ഇതിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും നമുക്കിനി കാണാനുള്ള ഐലൻഡ്, ആർക്കറിയാം അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത ഐലൻഡിലേക്ക് പോകാം. അധികം സമയമില്ല, സൺ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കെല്ലാം കവർ ചെയ്യണ്ടേ. അപ്പോൾ ബോട്ട് ചേട്ടൻ അവിടെ വെയിറ്റിംഗ്, അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോകാം.